എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്റ്റഫ്ഡ് ക്രീം കാരമൽ ബണ്ണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടത്. സാധാരണ നമ്മൾ ക്രീം ബണ്ണൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്നോ എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നും ഇച്ചിരി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കാരമൽ ബണ്ണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ബണ്ണിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു കാരമൽ ക്രീം ബണ്ണ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ബണ്ണ് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാനിൽ കറക്റ്റ് ഒരു 3/4 കപ്പോളം വരുന്ന പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂണോളം വരുന്ന പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പാലിൽ നന്നായിട്ട് അങ്ങോട്ട് അലിഞ്ഞ് ചേർന്നോട്ടെ കേട്ടോ. അപ്പോൾ പാല് പതുക്കെ ഇതുപോലെ അങ്ങോട്ട് തിളച്ച് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോളം വരുന്ന കസ്റ്റർഡ് പൗഡറിൽ കറക്റ്റ് 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോളം വരുന്ന പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫില്ലിങ്സിനായിട്ട് ഉപയോഗിക്കുന്നത് കസ്റ്റാർഡിൻ്റെ മിക്സാണ്. അപ്പോൾ കറക്റ്റ് 1 ടേബിൾ സ്പൂണോളം വരുന്ന കസ്റ്റാർഡിൽ 3 ടേബിൾ സ്പൂണോളം വരുന്ന പാല് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു തിളച്ച് വരുന്ന പാലിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിക്കോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കട്ടായി പോവുകയും ചെയ്യും. എന്നാലും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് മിക്സിൻ്റെ ആ ഒരു പച്ച കുത്തലുണ്ടാവില്ല, അത് അങ്ങോട്ട് കറക്റ്റായിട്ട് മാറി കിട്ടുകയില്ല കേട്ടോ. അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം വരുന്ന വാനില എസൻസ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. തീ എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങോട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ പതുക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഒരു പാനിൽ 1/2 കപ്പോളം വരുന്ന ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ചൂടെടുക്കണ്ട, നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ഒരു ഇളം ചൂടുള്ള പാല് മാത്രം കേട്ടോ. അതപ്പോൾ കറക്റ്റ് 1/2 കപ്പോളം വരുന്ന പാല് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കറക്റ്റ് 1 ടീസ്പൂണോളം വരുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഡ്രൈഡ് ആയിട്ടുള്ള ഈസ്റ്റ് ആണ് ഉള്ളതെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് 1 ടീസ്പൂണോളം വരുന്ന ഈസ്റ്റും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ആ ഒരു ഈസ്റ്റൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പുളിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് അടച്ചു വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു പാലൊക്കെ നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുത്ത കാരണം നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 250 ml കപ്പിൽ കറക്റ്റ് 1 കപ്പോളം വരുന്ന മൈദയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതുപോലെ ഈ ഒരു പാലിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ ഇതേ നമ്മുടെ മാവ് ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. ആ ഒരു ഫീൽ ഉണ്ടാവണം. അതെത്തുന്നവരെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുക. ഇനി ഈ ഒരു മാവ് 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇനി ഈ ഒരു മാവിൻ്റെ മുകളിലോട്ടായിട്ടും നമുക്ക് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ മാവ് ഒട്ടും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഓയിലൊന്ന് തൂത്ത് കൊടുക്കുന്നത്. ഇനി ഇത് 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് 1 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഇതേ നമ്മൾ നേരത്തെ കുഴച്ചെടുത്തതിനേക്കാളും കറക്റ്റ് ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ഈസ്റ്റൊക്കെ നന്നായിട്ട് ഫ്രഷ് ആയിരിക്കണം കേട്ടോ. ഒരുപാട് പഴയ ഈസ്റ്റ് ഒന്നും എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി വരില്ല. ഇനി ഇത് നമുക്ക് വീണ്ടും നന്നായിട്ട് ഈ ഒരു പാത്രത്തിലിട്ട് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ അങ്ങോട്ട് കുഴച്ചിട്ടെടുക്കാം.
ഇനി ഇതുപോലുള്ളൊരു പലകയുടെ മുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോ കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവിൽ നിന്നും നേരെ പകുതി മാവ് നമുക്ക് ഈ ഒരു പൊടിയുടെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു മാവിൻ്റെ മുകളിലും കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി. നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൈദ ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ചപ്പാത്തി കോല് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് നൈസായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കണ്ട. നല്ല ഇച്ചിരി ഒന്ന് കനത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ആ ഒരു കനത്തിൽ എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കനത്തിൽ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലൊരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുക്കീസ് കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടോ നമുക്ക് ഈ ഒരു മാവ് ഇത് ഈ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റ് റൗണ്ട് ഷേപ്പായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ മാവും അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് ഒരു പാനിൽ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള മാവ് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചോളൂ. കാരണം ഇത് മൈദ ആയതുകൊണ്ട് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മുകൾ ഭാഗം അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും. എന്നാലും ഉള്ളൊട്ടും വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തോളൂ കേട്ടോ. തീ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഓവറായിട്ട് ലൈറ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റുന്നുണ്ടാവും എന്നറിയില്ല. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. ഓവറായിട്ടുള്ള ലൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, കറക്റ്റ് ഇത് ഈ ഒരു കളറായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാ ബണ്ണും ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു ബണ്ണിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കട്ടെ. എന്തെങ്കിലും സ്പൂണിൻ്റെ ബാക്ക് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ടോ ചെയ്തെടുത്താൽ മതി. പതുക്കെ ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. പതുക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബണ്ണ് ആകെ മൊത്തം അങ്ങോട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പതുക്കെ ഈ ഒരു ബണ്ണിൻ്റെ ഉൾഭാഗത്തും സ്പേസ് ഉണ്ടാവുന്ന രീതിയിൽ വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡ് മിക്സിൻ്റെ ആ ഒരു ഫില്ലിങ്സ് ഇതുപോലുള്ളൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ നോസിൽ പതുക്കെ ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളിലോട്ടായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു കസ്റ്റർഡിൻ്റെ ഫില്ലിങ്സ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, പുറത്തോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ബണ്ണിൽ ഒന്ന് ഫില്ലാകുന്ന വരെ കേട്ടോ. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കറക്റ്റ് ഫില്ലായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പതുക്കെ അങ്ങോട്ട് ആ ഒരു ഹോൾസിൽ നിന്ന് പതുക്കെ ഈ ഒരു ഫില്ലിങ്സ് പുറത്തോട്ട് ചാടാനായിട്ട് തുടങ്ങും. ആ ഒരു സമയമാകുമ്പോഴേക്കും അത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാ ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബണ്ണി ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നമ്മൾ കറക്റ്റ് ആ ഒരു ക്യാരമൽ ക്രീം ബണ്ണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുത്തിട്ട് നമ്മുടെ ബണ്ണി ഇതിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് ഇതേ ഒരു പാനിൽ കറക്റ്റ് ഒരു 1/4 കപ്പോളം വരുന്ന പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഈ ഒരു പഞ്ചസാര നമുക്കൊന്ന് ഉരുക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ തീ എന്ന് പറയുന്നത് ഒരിക്കലും മീഡിയം ഫ്ലെയിമിലോ അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ഇടാൻ പാടില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു പഞ്ചസാര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടെന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. ഈ ഒരു സിറപ്പിന് വല്ലാത്തൊരു കയ്പ്പ്, അതായത് ഒരു ചവർപ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഈ ഒരു പഞ്ചസാര കറക്റ്റ് ഇതുപോലെ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കുക. ഇനി ഇത് മറ്റൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബണ്ണ് പതുക്കെ നമുക്ക് ഈ ഒരു ക്യാരമലിലോട്ടോ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് മാത്രം കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് പതുക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഭയങ്കര ചൂടായിട്ടിരിക്കുന്ന ഒരു ക്യാരമലാണിത്. അപ്പോൾ പതുക്കെ ഇതുപോലെ അങ്ങോട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഇനി ഒരു സ്റ്റെപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കേട്ടോ. നമ്മൾ സാധാരണ ബണ്ണ് നിറച്ചിട്ട് കഴിക്കാൻ ആ ഒരു ഫില്ലിങ്സോട് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ക്യാരമലിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ പതുക്കെ ചെയ്തെടുക്കുക. ഞാൻ പിന്നെയും എടുത്തു പറയാനുള്ള കാരണം നല്ല ചൂടായിട്ടിരിക്കുന്ന ആ ഒരു ഷുഗർ ക്യാരമലാണിത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ബണ്ണും നമുക്ക് അങ്ങോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാരമലിൻ്റെ ചൂടൊക്കെ പോയി ഇത് നന്നായിട്ട് ഈ ഒരു ബണ്ണ് നമുക്കൊന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ കാരമൽ ക്രീം ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ കാരമലിലോട്ട് ഡിപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഉള്ളിൽ നല്ല ഫില്ലിങ്സോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ക്രീം ആയിട്ടുള്ള ബണ്ണാണ് ഇട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു തവണ എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. പിന്നെ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ബണ്ണിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.